ഇപ്പൊ നീണ്ട നരച്ച താടിയും തലയൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ നരച്ചത് കാണാനില്ല. ഇവിടെ 2-3 ആൾ കാണുന്നുണ്ട്. ഇപ്പൊ നരയില്ലാന്ന്. ഇപ്പം വയസ്സന്മാരൊക്കെ ബാല്യക്കാരായി. ഇപ്പൊ ഗോദ്രേജ് പുതിയ ആപ്പിളയാണ്. ഇപ്പൊ പേടിയെന്ന് ഗോദ്രേജിന്റെ ഒരു ഇതുണ്ട്, പെയിന്റ്. അത് വാങ്ങിയിട്ട് അങ്ങനെ തലയിലെ തേച്ച് മുടിച്ച് നല്ല കറുപ്പിച്ച് അടിപൊളിയായിട്ട് നല്ല രാവിലെ ബാത്റൂമിൽ പോകുമ്പോ തൊണ്ടനും പാപ്പ, ബാത്റൂമിൽ തിരിച്ചു വരുമ്പോ നല്ല ബാല്യക്കാരൻ. ഇവിടെ കറാമത്തുള്ള ബാത്റൂമാ. ഓരോ മനുഷ്യൻ ഇത് ഭാര്യയിട്ട് ഇങ്ങനെ തേച്ചിട്ട് അടിപൊളിയായി താടി മുടിയെല്ലാം കറുപ്പിച്ചിട്ട് എന്ത് ഡീസന്റ്. ചിലപ്പോ കറുപ്പിച്ചതിൽ 2 മീശ ബാക്കിയുണ്ടാവും, അതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ലോകത്താദ്യമായിട്ട് നരവന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു. അതിനു മുമ്പ് ഒരാൾക്ക് നരവന്നിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നരവന്നത്. അപ്പൊ അള്ളാഹിനോട് ഇബ്രാഹിം നബി ചോദിച്ചു, പടച്ചോൻ ഇതെന്തൊരു കുതിരത്ത്, എല്ലാവർക്കും കറുത്ത മുടി, ഇറക്കന്താ വെളുത്തേ വെച്ച്. കുറച്ചെണ്ണം വെളുത്തില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ നിങ്ങൾ ആദരിച്ചതാണ്, ബഹുമാനിച്ചതാണ്. അപ്പൊ അള്ളാഹ് നബി പറഞ്ഞു, അയ്യോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആദരവ് കുറക്കരുത് പടച്ചോനെയാണ്. പിന്നെ ഇബ്രാഹിം നബി മൊത്തം നരച്ചു. ആദ്യമായിട്ട് നര കറുപ്പിച്ചത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് തലക്കും താടിക്കും കറുപ്പ് ചായം ചേർത്തത് സാക്ഷാൽ ഫിർഔനാണ്. ഉപ്പാപ്പാന്റെ പേരാന്ന് വിചാരിച്ച് അനങ്ങാണ്ടിരിക്കണ്ട, ലഅനത്തുല്ലാഹി അലൈഹി. ഫിറോനാണ് നര കറുപ്പിച്ച ആള്. ഇപ്പൊ നമ്മളെ നാട്ടിലെ പള്ളിയിൽ ഫിറോൻ